मैं प्रणाम करता हूं। तिरुवल्ला की इस पवित्र धरती से मैं सबरीमला तीर्थ को और स्वामी अयप्पा को भी प्रणाम करता हूं। ഏറ്റവും ആദ്യമായി ഞാൻ ഭഗവാൻ ശ്രീവല്ലഭന്റെ ചരണങ്ങളിൽ നമസ്കരിക്കുകയാണ്. തിരുവല്ലയിലെ ഈ പവിത്ര ഭൂമി എന്നുള്ളത് ശബരിമലയിലെ പുണ്യതീർത്ഥത്തിന്റെ ഭൂമി കൂടിയാണ്. അതോടൊപ്പം തന്നെ സ്വാമി അയ്യപ്പനെയും ഞാൻ പ്രണമിക്കുന്നു. मैं सबसे पहले तो उस छोटी सी बिटिया को आशीर्वाद देता हूं जो एक बढ़िया चित्र बना करके मुझे भेंट किया है। उधर भी एक नौजवान ने बहुत अच्छा मेरी मां का चित्र मुझे दिया है। मैं इन सब का हृदय से आभार व्यक्त करता हूं। इस बेटी को आशीर्वाद देता हूं। ഞാൻ ആദ്യമായി തന്നെ ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടി ഒരു ചിത്രം നൽകിയതിന് വലിയ ഒരു ചിത്രം ഉയർത്തി കാണിച്ച് എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരാൾ എന്റെ അമ്മയുടെ ചിത്രം എനിക്ക് നൽകി. രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. मैं अपना भाषण शुरू करूं उससे पहले इस चुनाव में जो कैंडिडेट है उनसे आग्रह करता हूं कि कैंडिडेट सारे आगे आ जाएं। कैंडिडेट वहां खड़े हो जाए जरा। हाँ, मैं 1-2 मिनट जाकर के आता हूं आपके पास। आज तिरुवल्ला में इतनी बड़ी संख्या में आप सबकी उपस्थिति एनडीए पर आप लोगों का ये भरोसा, मेरी माताओं बहनों का ये स्नेह और ये विश्वास पूरे केरल में आज ऐसा ही माहौल दिख रहा है। मुझे निकट से केरल के चुनाव को देखने का अवसर मिला है। मैं पहले भी आया हूं, लेकिन इस बार हवा का रुख कुछ और है, लोगों का मिजाज कुछ और है। केरल में अब सबसे बड़ा परिवर्तन होने जा रहा है। 9 अप्रैल को वोटिंग और 4 मई को दशकों के कुशासन का अंत की घोषणा अब यह पक्का हो चुका है। एलडीएफ सरकार के जाने का काउंटडाउन शुरू हो चुका है। बीजेपी एनडीए की सरकार आने वाली है। പ്രിയപ്പെട്ട തിരുവല്ലയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഇത്രയും വലിയ സംഖ്യ സഹോദരിമാരുടെ സ്നേഹം, ഇതൊക്കെ ഈ കേരളം മുഴുവൻ ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട്, പല തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ കാറ്റ് മറ്റെല്ലാ തവണത്തെക്കാളിലും വ്യത്യസ്തമാണ്. മറ്റൊരു തരത്തിലുള്ള കാറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഏപ്രിൽ 9 വോട്ടെടുപ്പ്, മെയ് 4 ദശകങ്ങളായി തുടരുന്ന ഈ ദുർഭരണത്തിന്റെ അന്ത്യം കുറിച്ചുള്ള പ്രഖ്യാപനവും ഉണ്ടാകും. ഇടത് സർക്കാരിന്റെ പതനത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ബിജെപിയുടെ നേതൃത്വത്തിൽ
ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ ഉണ്ടാകാൻ പോകുന്നു. इस चुनाव में केरलम का तो एक फायदा होने वाला है, लेकिन मेरा बड़ा निजी नुकसान होने वाला है. आपको लगता होगा कि ऐसी क्या बात है, केरलम को फायदा होगा और मोदी का नुकसान होगा. जी, मेरा व्यक्तिगत नुकसान होने वाला है. मैं आपको मन में होता होगा क्या है, मैं बताऊं आपको. ऐसा है, ये जो अनूप लड़ रहा है ना चुनाव आपके यहां, ये पिछले 5 साल से मेरे साथ काम करता है और देश भर में घूम करके चीजें खोज करके लाता है. यानी एक प्रकार से मेरा डेडिकेटेड साथी रहा है. एक प्रकार से ऐसे कामों के लिए वो मेरा बायां हाथ बन गया है. और कभी भी शायद यहां भी लोगों को पता नहीं होगा कि अनूप मेरे साथ इतने सालों से है. कभी बोलता नहीं है और मैंने इसकी शक्तियों को जाना है. चुपचाप काम करना, अपने काम के लिए दिन रात जुटे रहना. मैंने ऐसा नौजवान मुझे मिला, मेरा बहुत काम हो गया. लेकिन मैंने देखा कि जब केरलम को इस नौजवान की सेवाओं को फायदा होगा तो मैंने कहा मेरा भले ही नुकसान हो जाए, लेकिन मैं आज अनूप को आपको सुपुर्द करने के लिए आया हूं. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന് വലിയ പ്രയോജനമുണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ എനിക്ക് ഒരു പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിന് പ്രയോജനം കിട്ടാൻ പോകുമ്പോൾ മോദിക്ക് എന്താണ് പ്രയാസമെന്ന്. നിങ്ങൾക്ക് അതിൽ അമ്പരപ്പുണ്ടാകേണ്ട കാര്യമില്ല, ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ഈ അനൂപ് കഴിഞ്ഞ 5 വർഷമായി എനിക്കൊപ്പം ജോലി ചെയ്യുന്നയാളാണ്. രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എനിക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, സമർപ്പിതനായിട്ടുള്ള ഒരു യുവാവാണ് അനൂപ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്റെ വലം കൈയായി അദ്ദേഹം കുറെ കാലമായി പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ആർക്കും ഇവിടെ അറിയില്ല, ആരോടും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി എനിക്കറിയാം. നിശബ്ദമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു യുവാവാണ് അദ്ദേഹം. ഇന്ന് ആ യുവാവിന്റെ സേവനം കേരളത്തിന് കിട്ടാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഈ തിരുവല്ലയ്ക്ക് സംഭാവന ചെയ്യുകയാണ്. एनडीए सुहृदगणे, तिरुवल्ला केरलम में विकास के नए युग की शुरुआत का केंद्र बनकर उभरा है. मैं इस जन समर्थन के लिए तिरुवल्ला की जनता का बहुत बहुत धन्यवाद करता हूं. तिरुवल्ला के लोगों का विश्वास ये हमारी सबसे बड़ी ताकत है. तिरुवल्लयिले जनंगलुडे विश्वासमान यंगलुडे ഏറ്റവും വലിയ ശക്തി. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ വികസന യുഗത്തിന്റെ പ്രഭവ കേന്ദ്രമായി തിരുവല്ല മാറുകയാണ്. ഇത്രയും വലിയ ഒരു മഹാസമ്മേളനത്തിന് ഞാൻ തിരുവല്ലയിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ്. തിരുവല്ലയിലെ ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ശക്തി. एनडीए सुहृदगणे, अभी 2-3 दिन पहले जब मैं दिल्ली में था, मेरी केरलम के बीजेपी कार्यकर्ताओं से फोन पर लंबी चर्चा हुई. मेरा बूथ सबसे मजबूत कार्यक्रम में 5000 से ज्यादा शक्ति केंद्र, इतने छोटे से केरला में 5000 से ज्यादा शक्ति केंद्र में
बीजेपी के 1,25,000 से ज्यादा कार्यकर्ता मेरे साथ फोन पर जुड़े थे और 30-40 मिनट इस चर्चा में मैंने देखा, साफ साफ दिखा कि केरलम की जनता ने एलडीएफ सरकार की विदाई पक्की कर ली है। इस चुनाव में मेहनत कर रहे सभी बीजेपी एनडीए कार्यकर्ताओं की मैं हृदय से सराहना करता हूं, उनका बहुत बहुत अभिनंदन करता हूं। പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ടെലിഫോൺ വഴി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുമായി നടത്തുകയുണ്ടായി. എന്റെ ബൂത്ത് ഏറ്റവും ശക്തം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു ഇത്. ഏകദേശം 30-40 മിനിറ്റോളം നേരം ഞാൻ പ്രവർത്തകരുമായി സംവദിച്ചു. ഇത്രയും ചെറിയ കേരളത്തിൽ നിന്ന് 5000-ഓളം ശക്തി കേന്ദ്ര ഇൻചാർജുമാരും 1.25 ലക്ഷത്തിലധികം പ്രവർത്തകരുമാണ് ഫോൺ വഴി ഞാൻ സംസാരിച്ചത്. ആ ചർച്ചയിൽ, സുദീർഘമായ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, കേരളത്തിലെ ഇടത് സർക്കാരിന് വിട നൽകാൻ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന मैं केरलम की ताकत को देख रहा हूं। लैंड हुआ, हेलीपैड से मैं यहां तक आया, जितने लोग यहां हैं ना, उससे ज्यादा लोग रोड शो में वहां खड़े थे। मेरे लिए बड़ा सरप्राइज था, रोड शो का कार्यक्रम नहीं लेकिन पूरे रास्ते भर मैं देख रहा था, लोग ह्यूमन चेन की बात करते हैं लेफ्ट के लोग, आज यहां के लोगों ने ह्यूमन वॉल बना करके दिखा दिया। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ശക്തി ഇന്നും ഞാൻ കണ്ടു. ഞാൻ ഹെലിപ്പാഡിൽ നിന്നും ഇറങ്ങി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി കാറിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ഇവിടെ ഇരിക്കുന്ന ഇത്രയും ജനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി റോഡ് ഷോയ്ക്ക് എന്ന പോലെ അവിടെ അണിനിരന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു റോഡ് ഷോ നാം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വലിയ മനുഷ്യ മതിൽ തീർത്ത് അവർ അവിടെ അണിനിരന്നിട്ടുണ്ടായിരുന്നു. एंडे सुरदगढ़े, हमारे केरलम को ईश्वर ने अपार संसाधन और संभावनाएं दी है। यहां समंदर में ब्लू इकोनॉमी के असीम अवसर है। यहां उद्योगों के लिए संभावनाएं हैं। पर्यटन के क्षेत्र में कितना बड़ा पोटेंशियल है, लेकिन फिर भी केरलम विकास की दौड़ में बाकी राज्यों से लगातार पिछड़ रहा है, पीछे होता जा रहा है। പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിന് ഈശ്വരൻ അനന്തമായ വിഭവങ്ങളും സാധ്യതകളുമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ വിശാലമായ തീരപ്രദേശങ്ങൾ നമ്മുടെ ബ്ലൂ ഇക്കോണമിക്ക് ഏറ്റവും അനുയോജ്യമായതാണ്. കേരളത്തിൽ വ്യവസായങ്ങൾക്ക് അനന്ത സാധ്യതയാണ് ഉള്ളത്. വ്യവസായങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിട്ടും കേരളം വികസനത്തിന്റെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ 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 പിറകിലാണ്. एनडीए सुरदगढ़े, एलडीएफ यूडीएफ की सरकारों ने कभी भी इस क्षेत्र की परवाह नहीं की। यहां कनेक्टिंग रोड्स का हाल बेहाल है। मुझे आपके ही साथी बता रहे थे, यहां कई वर्षों से एक भी बड़ा पुल नहीं बना है। कोट्टयम में मेडिकल कॉलेज की हालत इतनी खराब है कि उसका वर्णन करना मुश्किल है।
जहां बेसिक इंफ्रास्ट्रक्चर की ऐसी कमी हो, वहां आपकी क्वालिटी ऑफ लाइफ कैसी होगी, इसका अंदाजा हर कोई लगा सकता है। പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ രണ്ട് മുന്നണികൾക്ക്, ഇടത് വലത് മുന്നണികൾക്ക് ഇക്കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ നൽകിയിട്ടില്ല. നമ്മളുടെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഗ്രാമീണ ഇടറോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വർഷങ്ങളായി ഇവിടെ ഒരു പുതിയ പാലം പണിയാൻ പോലും, ഒരു വൻകിട പാലം നിർമ്മിക്കാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വർണ്ണിക്കാൻ പോലും ആകാത്ത തരത്തിൽ വളരെ പരിതാപകരമാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇത്രയും അപര്യാപ്തത ഉള്ളയിടത്ത് എങ്ങനെ നമ്മുടെ ജീവിത നിലവാരം ഉയരും എന്നതിനെപ്പറ്റി എല്ലാവർക്കും ചിന്തയുണ്ടാകണം. എന്റെ സുഹൃത്തുക്കളെ, केरलम में कभी बीजेपी सरकार नहीं रही, लेकिन आप सबके आशीर्वाद से, देश की जनता जनार्दन के आशीर्वाद से हम केंद्र सरकार के जरिए केरलम के विकास में कोई कोर कसर नहीं छोड़ रहे। जब कांग्रेस दिल्ली में सत्ता में थी और एलडीएफ यूडीएफ दोनों मिलकर के दिल्ली में सरकार चलाते थे, उस समय केरलम को जो मदद मिली, उसकी तुलना में एनडीए सरकार ने, मोदी सरकार ने 5 गुना ज्यादा पैसा केरलम को भेजा है। പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായിട്ടില്ല. എന്നിട്ടും കേരളത്തിന്റെ വികസനത്തിനായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനദേവന്മാരുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹ ആശിസ്സോടുകൂടി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വികസനത്തിനായി കിട്ടിയ ഒരവസരവും ഞങ്ങൾ പാഴാക്കിയിട്ടില്ല. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്തേക്കാൾ 5 മടങ്ങ് അധികം തുകയാണ് മോദി സർക്കാർ, എൻഡിഎ സർക്കാർ കേരളത്തിനായി നൽകിയത്. എന്റെ സുഹൃത്തുക്കളെ, बीजेपी एनडीए को आपकी ईज ऑफ लिविंग और क्वालिटी ऑफ लाइफ दोनों की चिंता है। हमने पीएम आवास योजना के तहत गरीबों को पक्के घर दिए हैं। जल जीवन मिशन के तहत गांव-गांव पाइप से पानी पहुंचाने का काम हो रहा है। यहां रबर के किसान बड़ी संख्या में रहते हैं। केरलम के किसानों को हमने पीएम किसान सम्मान निधि के जरिए अराउंड 13,000 करोड़ रुपए की सहायता सीधी उनके बैंक खाते में पहुंचाई है। इससे रबर के किसानों को भी बहुत मदद मिली है। പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആയാസരഹിതമായതും നിലവാരമുള്ളതുമായ ഒരു ജീവിതം നൽകലാണ് ബിജെപിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി പാവപ്പെട്ടവർക്കാണ് കേരളത്തിൽ സൗജന്യമായി വീട് നൽകിയത്. ജൽ ജീവൻ മിഷൻ അനുസരിച്ച് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാനുള്ള പ്രവർത്തനവും നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, ധാരാളം റബ്ബർ കർഷകരുള്ള ഒരു നാടാണ് ഇവിടം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി കേരളത്തിലെ കർഷകർക്ക് 13,000 കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി സൗജന്യമായി നൽകിയത്. കേരളത്തിലെ റബ്ബർ കർഷകർക്കും ഇതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. साथियों, नॉर्थ ईस्ट में ईसाई समाज की संख्या बहुत है। एक राज्य को छोड़ करके नॉर्थ ईस्ट के 7 राज्यों में एनडीए की सरकार है और वहां पिछले
50-60 साल में जो काम नहीं हुआ है वो हमने करके दिखाया है। गोवा में ईसाई समाज निर्णायक है। गोवा के अंदर लगातार बीजेपी की सरकार, एनडीए की सरकार है। गोवा विकास की नई ऊंचाइयों को छू रहा है। केरल में भी एनडीए सरकार बनेगी तो विकास की नई ऊंचाइयों को पाएंगे। स्थानीय किसानों और फिशरमैन की हर समस्या का हम समाधान करेंगे। പ്രിയപ്പെട്ടവരെ, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ സമുദായം, ക്രിസ്തീയ മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ്. അതിലെ ഒരു സംസ്ഥാനം ഒഴികെ 7 സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യത്തിന്റെ സർക്കാരാണ് ഉള്ളത്. അവിടങ്ങളിൽ കഴിഞ്ഞ 50-60 വർഷം കൊണ്ട് നടക്കാത്ത പലതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ചെയ്തു കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോവ എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഗോവ. അവിടെ തുടർച്ചയായി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇന്ന് ഗോവ വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ തേടുകയാണ്. കേരളത്തിലും എൻഡിഎയുടെ സർക്കാർ വരും. കേരളം വാളങ്ങൾ തൊടുമെന്ന കാര്യം എനിക്കുറപ്പാണ്. അന്ന് കേരളത്തിലെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. एनडीए सुहृदगणे, केंद्र की एनडीए सरकार ही केरलम में आधुनिक इंफ्रास्ट्रक्चर और सुविधाओं पर जोर दे रही है। हम यहां नेशनल हाईवेज बनाने को गति दे रहे हैं। रेलवे इंफ्रास्ट्रक्चर का विकास किया गया है। का काम भी पूरा हो गया है। कोट्यम से अब हाई स्पीड आधुनिक है। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയെ ആധുനീകരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വഴിമുട്ടി നിന്ന ദേശീയപാതയുടെ വികസനം നരേന്ദ്രമോദി സർക്കാരാണ് സാധ്യമാക്കിയത്. നമ്മുടെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി അന്തിമഘട്ടത്തിൽ ഇന്ന് കോട്ടയം വഴി यहां सबरीमला रेलवे प्रोजेक्ट इस क्षेत्र में नई संभावनाओं को खोल सकता है। से सबरीमला तक श्रद्धालुओं की यात्रा आसान होगी। स्थानीय व्यापार और मेरे नौजवान मित्रों को, मेरे युवा साथियों को, उनके लिए रोजगार के नए नए रास्ते खुलेंगे। लेकिन साथियों, आपको ये बात हमेशा याद रखनी है, यहां प्रदेश सरकार ने इस प्रोजेक्ट को आगे बढ़ाने की जगह उसको लटकाया। तिरुवल्ला को नुकसान हो रहा है। जब बीजेपी सरकार आएगी तो ऐसी सभी रुकावटें हटेगी और ये मोदी की गारंटी है। एनडीए की राज्य सरकार में केरलम तेज गति से विकास की राह पर आगे बढ़ेगा। एनडीए सरकारिनो किडिल केरलम विकसनत्ते पातയിൽ അതിവേഗം മുന്നേറും. പ്രിയപ്പെട്ടവരെ, ശബരി റെയിൽ പദ്ധതി വരുന്നതോടുകൂടി നിരവധി പുതിയ അവസരങ്ങളാണ് തുറക്കാൻ പോകുന്നത്. ഇതുമൂലം ശബരിമലയിലേക്ക് നേരിട്ടുള്ള യാത്രാ സൗകര്യമുണ്ടാകും.
തീർത്ഥാടനം അനായാസമാകും. പ്രാദേശികമായ കച്ചവടക്കാർക്ക് പുതിയ വഴി തെളിഞ്ഞു കിട്ടും. എന്റെ യുവ സുഹൃത്തുക്കൾക്ക്, യുവ സഹോദരങ്ങൾക്ക് പുതിയ തൊഴിലവസരത്തിന്റെ പാതകൾ തുറക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, കേരളത്തിലെ ഈ സർക്കാരുകൾ ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ നഷ്ടം തിരുവല്ലയ്ക്കാണ് സംഭവിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി ഈ തടസ്സങ്ങളെല്ലാം മാറും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കേരളത്തിലെ NDA സർക്കാർ കേരളത്തെ അതിവേഗം വികസന പാതയിലേക്ക് കൈപിടിച്ച് നടത്തിക്കും. NDA സുഹൃത്തുക്കളെ, NDA की नीतियां का सबसे बड़ा लाभ अगर किसी वर्ग को होता है तो वो मेरी माताएं बहनें महिलाओं को होता है। महिलाओं का सशक्तिकरण, महिलाओं का प्रतिनिधित्व, ये हमारी प्राथमिकता है। हमने महिलाओं के जीवन से जुड़ी हर समस्या के समाधान का प्रयास किया है। हमने घर घर शौचालय बनवाए, जनधन खाते खुलवाए, महिलाओं के नाम, उनके घर महिलाओं के नाम पर बनवाए, मुद्रा लोन के जरिए अपना खुद का कारोबार शुरू करने वालों में बड़ी हिस्सेदारी महिलाओं की है। उनको बैंक से पैसा मिला है। हम विमेन सेल्फ हेल्प ग्रुप को भी लाखों करोड़ रुपए की मदद दे रहे हैं। लखपति दीदी का अभियान सफलतापूर्वक आगे बढ़ा है। पहले मैंने 3 करोड़ लखपति दीदी बनाने का लक्ष्य रखा था। देश में 3 करोड़ लखपति दीदी बन चुकी। अब मैंने और नई 3 करोड़ महिलाओं को लखपति दीदी बनाने का लक्ष्य रखा है। केरल में बीजेपी सरकार आएगी तो यहां भी डबल इंजन सरकार का सबसे बड़ा लाभ मेरी माताओं, बहनों को, बेटियों को, महिलाओं को मिलने वाला है। आपने देखा होगा, अभी हमने एक बड़ा कार्यक्रम शुरू किया है। भविष्य में माताओं, बहनों को कैंसर न हो, इसलिए 13-14 साल की बच्चियों को उनकी जांच करके एक वैक्सीन लेने की योजना है। ये भविष्य में हमारी माताओं, बहनों को, ये बेटियां जब बड़ी हो जाएगी वो कैंसर से बच पाएगी। इतना बड़ा काम आज देश की बेटियों के लिए, महिलाओं के लिए, माताओं के लिए NDA भाजपा सरकार कर रही है। പ്രിയപ്പെട്ടവരെ, ദേശീയ ജനാധിപത്യ സർക്കാരിന്റെ നയങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്ത്രീകൾക്കാണ്, അമ്മമാർക്കാണ്, നമ്മുടെ പെൺമക്കൾക്കാണ്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യവും ഒക്കെ നമ്മളുടെ പ്രാഥമികമായ ദൗത്യമാണ്. സ്ത്രീകളുടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക് നമ്മുടെ സർക്കാർ പരിഹാരം കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും ശൗചാലയം എത്തിച്ചു, ജൻധൻ അക്കൗണ്ടുകൾ തുറന്നു, സ്ത്രീകളുടെ പേരിൽ വീടുകൾ നിർമ്മിച്ചു നൽകി. അതോടൊപ്പം തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി വായ്പ നൽകുന്ന മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളിൽ കൂടുതലും ഇന്ന് സ്ത്രീകളാണ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സഹായമായി നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ലഖ്പതി ദീദി എന്നുള്ളത്. നമ്മളുടെ സ്ത്രീകളെ ലക്ഷാധിപതികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ പദ്ധതി 3 കോടി ആൾക്കാർക്ക് നൽകാനാണ് ലക്ഷ്യം വെച്ചിരുന്നത്. അത് പൂർത്തിയാക്കിയിട്ട് അടുത്ത 3 കോടി സ്ത്രീകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ക്യാൻസർ രോഗം വരാതിരിക്കാൻ, ഗർഭാശയ ക്യാൻസർ അടക്കമുള്ളതിന്റെ പ്രതിരോധത്തിന് വേണ്ടി 13-14 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ക്യാൻസർ വാക്സിൻ നൽകാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സ്ത്രീ സൗഹൃദമായ ഒരു പദ്ധതിയും രാജ്യത്ത് നാളിതുവരെ നടന്നിട്ടില്ല.
കേരളത്തിലും ബിജെപിയുടെ നേതൃത്വത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് നമ്മുടെ അമ്മമാർക്കാണ്, പെൺകുഞ്ഞുങ്ങൾക്കാണ്, സഹോദരിമാർക്കാണ്. एनडीए सुहृदगले, ये हमारी ही सरकार है जिसने लोकसभा और विधानसभा में महिलाओं को 33% रिजर्वेशन दिया है। और आप सभी की जानकारी में है कि बजट सत्र का हमने पूर्णाहुति करने के बजाय उसका विस्तार किया है। 3 दिन के लिए 16, 17, 18 अप्रैल को संसद फिर से मिलने वाली है। आपको पता है क्यों मिलने वाली है? जो कानून हमने पारित किया है 33% महिलाओं के लिए 2029 में लोकसभा के चुनाव से इसका लाभ मिलना शुरू हो जाए। 33% बहनें पार्लियामेंट में आकर के बैठे, इसके लिए कानून बनाने की जरूरत है। जैसे पार्लियामेंट ने सर्वसम्मति से महिला आरक्षण का बिल पास किया था, वैसे ही 16, 17, 18 को 2 काम करने हैं। केरल हो, तमिलनाडु हो, बाकी राज्य हो, जिन्होंने जनसंख्या नियंत्रण में अच्छा काम किया है। लोग झूठ फैला रहे हैं कि जनसंख्या कम हो रही है तो सीटें कम हो जाएगी। हम इस बार पार्लियामेंट में पक्का करना चाहते हैं, पार्लियामेंट में कानून पे थप्पा लगाना चाहते हैं कि केरल हो, तमिलनाडु हो, कर्नाटक हो, आंध्र हो, गोवा हो, तेलंगाना हो, कहीं पर भी लोकसभा की सीटें कम न हो, इसका थप्पा लगाने के लिए। और दूसरा, महिलाओं के लिए जो सीटें होगी वो अतिरिक्त सीटें बढ़ जाए, इतना बड़ा फायदा हमारे दक्षिण भारत के राज्यों को मिले, इसके लिए हम कानून संशोधन के लिए सत्र बुला रहे हैं। हमने कांग्रेस के लोगों को मीटिंग के लिए बुलाया। हम आशा करते हैं कि वो हमारी बात मान करके आएंगे। हमने इंडिया अलायंस के मित्रों से बात की है। आप भी लोगों को बताइए, कांग्रेस के लोगों को बताइए, एलडीएफ के लोगों को बताएं कि महिलाओं के अधिकार का एक कानून निर्विरोध पास होना चाहिए। ये उनसे वादा लीजिए आप लोग। और मैं उनसे भी प्रार्थना करता हूं कि मेरी माताओं बहनों का ये हक 40 साल से लटका हुआ है, अब 2029 के चुनाव में फिर से लटकना नहीं चाहिए। इसलिए मैं सभी राजनीतिक दलों पर, देश की माताएं बहनें दबाव डालें, सब संसद में आए और इस कानून को पारित करें। महिला जनप्रतिनिधियों की संख्या, इस विषय को देखते हुए नारी शक्ति वंदन कानून में संशोधन किया जाएगा। यह आवश्यक है कि ये संशोधन सर्वसम्मति से पास हो, ताकि साल 2029 में होने वाले चुनाव में ही इसका लाभ हमारी माताओं बहनों को मिलना शुरू हो जाए। मैं सभी दलों से आग्रह करूंगा कि नारी शक्ति से हित से जुड़ा काम है, इसलिए खुले मन से कोई भी राजनीतिक हिसाब किताब किए बिना पूर्ण समर्थन करके माताओं बहनों का विश्वास जीतने में आप भी भागीदार बनिए। പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയത് നമ്മുടെ സർക്കാരാണ്. ഈ 33% സംവരണ നിയമം കൊണ്ടുവന്നത് മൂലം ഇനി 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇതിന്റെ മാറ്റമുണ്ടാകും. ഇപ്പോൾ നടന്നു വന്നിരുന്ന ബജറ്റ് സെഷൻ നമ്മൾ 3 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ച വിവരം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഏപ്രിൽ മാസം 16, 17, 18 തീയതികളിൽ
നമ്മളുടെ വനിതാ സംവരണ ബില്ലിന്മേൽ സ്ത്രീകൾക്ക് പാർലമെന്റിൽ എത്ര സീറ്റ് ഉണ്ടാകണം എന്ന വിഷയത്തിന്മേൽ ചർച്ച നടക്കാൻ പോവുകയാണ്. രാജ്യത്ത് വനിതാ ജനപ്രതിനിധികൾ എത്ര വേണമെന്നത് സംബന്ധിച്ച് നാരി ശക്തി വന്ദൻ നിയമത്തിന്മേലാണ് ചർച്ച നടക്കാൻ പോകുന്നത്. 2029 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മുതൽ നടപ്പാക്കാൻ പോകുന്ന ഈ നിയമം ഏകകണ്ഠമായി പാസാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ കേരളവും തമിഴ്നാടും അടക്കമുള്ള ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നത് കൊണ്ട് അവരുടെ ലോക്സഭാ സീറ്റുകൾ കുറയുമെന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. എന്നാൽ അത് വ്യാജ പ്രചരണമാണ്, കള്ളപ്രചരണമാണ്. ഈ നിയമം ഉറപ്പാക്കുന്നു, ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ലോക്സഭാ സീറ്റുകൾ കുറയാൻ പോകുന്നില്ല എന്ന കാര്യം ഈ നിയമം ഉറപ്പാക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ, ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരെ ഒക്കെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവർ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരോട് നിങ്ങളും പറയണം, എതിർപ്പില്ലാതെ ഈ നിയമം പാസ്സാക്കണം. കഴിഞ്ഞ 40 വർഷമായി ഈ നിയമം നമ്മുടെ പാർലമെന്റിന്റെ വിവിധ ഇടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്, തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഇനിയും അത് തടസ്സപ്പെടാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ കക്ഷികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളും അഭ്യർത്ഥിക്കണം. നമ്മളുടെ നാരീ ശക്തിയെ, അമ്മമാരുടെ സ്ത്രീ പ്രാതിനിധ്യം, സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകളുടെ സീറ്റ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നിയമം ഏകകണ്ഠമായി പാസാക്കാൻ, എതിർപ്പില്ലാതെ പാസാക്കാൻ തുറന്ന മനസ്സോടുകൂടി എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. एनडीए सुहृदगणे, आज केरल में युवाओं का पलायन सबसे बड़ी चिंता बन चुका है. केरल में रोजगार के लिए यहां इंडस्ट्री लगाने की जरूरत है. रोजगार के लिए जरूरी है कि यहां सर्विस सेक्टर बढ़े, स्टार्टअप्स को जगह मिले, स्किल को सही वैल्यू मिले. लेकिन इन सब के आगे केरल में सबसे बड़ी दीवार है करप्शन और दूसरी दीवार है कम्युनलिज्म. जब यहां करप्शन और कम्युनलिज्म की दीवार टूटेगी तभी केरल का विकास होगा. और इसके लिए आपको एलडीएफ, यूडीएफ दोनों को हराना होगा. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ യുവാക്കൾ തൊഴിലന്വേഷിച്ച് കേരളം വിട്ടുപോകുന്നത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന സംഗതി ആണ്. ജോലി തേടി കേരളം വിട്ടുപോകുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ വ്യവസായങ്ങൾ വളരണം, സേവന മേഖല വളരണം, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് അവസരം കിട്ടണം, യുവാക്കളുടെ കഴിവുകൾക്ക് യഥാർത്ഥ മൂല്യം കിട്ടണം. എന്നാൽ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് ഇവിടുത്തെ അഴിമതിയും വർഗീയതയുമാണ്. അഴിമതിയുടെയും വർഗീയതയുടെയും മതിലുകൾ തകരുമ്പോൾ മാത്രമേ കേരളം വികസിക്കുകയുള്ളൂ. അതിനാൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അഴിമതിയുടെയും വർഗീയതയുടെയും മതിലുകൾ തകർക്കാൻ നിങ്ങൾ ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും തോൽപ്പിക്കണം. एनडीए सुहृदगणे, रोजगार की तलाश में यहां से लाखों युवा विदेशों में भी गए हैं. एनआरआई के तौर पर भी वो केरलम की सेवा करते हैं. यहां अपनी आय का बड़ा हिस्सा रेमिटेंस के तौर पर भेजते हैं. इसी का परिणाम है ये क्षेत्र बैंकिंग कैपिटल बनकर उभरा है. लेकिन कांग्रेस ने आपके और आपके संबंधियों के खिलाफ एक बहुत खतरनाक काम किया है. मैं विस्तार से आपको ये बात आज बताना चाहता हूं. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് തൊഴിലന്വേഷിച്ച് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. അവർ വിദേശത്തിരുന്നും കേരളത്തെ സേവിക്കുന്നുണ്ട്. അവരുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്കും അവർ നാട്ടിലേക്ക് ബാങ്കുകൾ വഴി അയക്കുകയാണ്. ഇതിന്റെ ഫലമായി നമ്മളുടെ പ്രാദേശിക ബാങ്കുകളുടെ മൂലധനം കൂടിയിട്ടുണ്ട്.
ഈ പ്രദേശം ഒരു ബാങ്കിംഗ് തലസ്ഥാനമായും മാറിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസുകാർ നിങ്ങളോടും നിങ്ങളുടെ ബന്ധുക്കൾക്കുമെതിരെ ചെയ്ത വലിയ അപകടകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിശദമായി ഇനി ചർച്ച ചെയ്യാം. എന്റെ സുഹൃത്തുക്കളെ, वेस्ट एशिया के युद्ध संकट ने कांग्रेस और उसके साथी दलों के मंसूबों को एक्सपोज कर दिया है.